എറിയാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് ധർണ. നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ, ലാൻഡ് ഫോൺ, ലാപ്ടോപ്പ്, ടിവികൾ, വമ്പിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും. നന്മ കമ്മ്യൂണിക്കേഷൻ, ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേനടയിലും. എറിയാട് പഞ്ചായത്തിലെ മാരകമായ രാസമാലിന്യം നിക്ഷേപിച്ച പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കെതിരെയാണ് ധർണ നടത്തിയത്. ധർണ AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. CP തമ്പി അധ്യക്ഷത വഹിച്ച ധർണയിൽ KM സാദത്ത്, TM നാസർ, PK ഷംസുദ്ദീൻ, PH മഹേഷ്, TM കുഞ്ഞുമൊയ്തീൻ, PP ജോൺ, PB മൊയ്തു, PK മുഹമ്മദ്, സഗീർ, CD വിജയൻ, മനാഫ് അഴീക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. PP ജോൺ ഈ സമരത്തിനാസ്പദമായ വിഷയത്തെ ആധികാരികമായി അഭിസംബോധന ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് സംസാരിച്ച ഓരോ നേതാക്കന്മാരും തുടക്കത്തിൽ പ്രിയപ്പെട്ട തമ്പി അടക്കമുള്ള ആളുകൾ വിശദമായി പ്രതിപാദിക്കുകയുണ്ടായി. ഇന്നലെ ഇവിടെ ചേർന്ന ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി യോഗത്തിൽ ശ്രീ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മെമ്പർമാർ ഈ വിഷയം വീണ്ടും ഇന്നലെ പഞ്ചായത്ത് ഭരണസമിതിയിൽ പ്രത്യേകമായി ഉന്നയിക്കപ്പെട്ടതും ഈ സന്ദർഭത്തിൽ പരാമർശിക്കപ്പെടട്ടെ. എന്താണ് ഇവിടെ നടന്നത് എന്ന് ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകൾക്ക് പറയാം. രാസമാലിന്യം എന്ന് പറയുന്നത് കേവലം എന്തെങ്കിലും ഒരു ആസിഡ് കൊണ്ടൊഴിക്കുന്നതോ വേറെ ഏതെങ്കിലും രാസമാലിന്യമല്ല. ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ കേരള ഹൈക്കോടതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവുമായി സംസാരിച്ചിട്ടാണ് വന്നത്. കേരള ഹൈക്കോടതിയിലും ഗ്രീൻ ട്രിബ്യൂണലിലും സുപ്രീം കോടതിയിലും പരിസ്ഥിതി സംബന്ധമായ കേസുകൾ വാദിക്കുന്ന മലയാളികളിൽ ഒന്നാം സ്ഥാനത്തുള്ള ആളാണ് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെല്ലാം സംസാരിച്ചു. അദ്ദേഹം നമ്മൾ പറഞ്ഞപ്പോൾ ഞെട്ടിക്കുന്ന രീതിയിലുള്ളതാണ് ഇതിന് മുൻപ് നടന്ന ഈ രാസമാലിന്യങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലത്തെ ദുരന്തങ്ങൾ ഓരോന്നും. ബ്രഹ്മപുരത്ത് മാത്രമല്ല, ഈ തൊട്ട് കേരളത്തിലും തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലും ഉണ്ടായ ഓരോ സ്ഥലത്തെയും ഈ രാസമാലിന്യങ്ങൾ മൂലമുണ്ടായ തുടർ ദുരന്തങ്ങൾ ഒരു ദിവസത്തിലോ ഒരു മാസത്തിലോ ഒരു കൊല്ലത്തിലോ തീരുന്നതല്ല. ഇത് പതിറ്റാണ്ടുകൾ, തലമുറകളെ ബാധിക്കും. ഗർഭസ്ഥ നാളെ നമ്മുടെ ഭ്രൂണത്തിലും അണ്ടത്തിലുമായി ജനിക്കാനിരിക്കുന്ന ഗർഭസ്ഥ ശിശുക്കളെ തുടങ്ങി ഇത് ബാധിക്കും. ഇവിടെയുള്ള ആളുകളുടെ പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കും. എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയത്? ഇത് എന്താണ് ഇവിടേക്ക് കൊണ്ടുവന്നത്? എല്ലാവരും എടയാർ എന്ന് പറയുന്ന എറണാകുളത്തെ പിന്നെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിന്നും അവിടുത്തെ കമ്പനികൾ ഉത്പാദിച്ച രാസ ഉൽപ്പന്നങ്ങൾ, അതിൽ നിന്നും പുറം തള്ളിയപ്പെട്ട രാസവിസർജ്യ മാലിന്യങ്ങൾ, ആ മാലിന്യങ്ങൾ ആരും കൊണ്ടുപോകാതെ അവിടെ കുന്നുകൂടി കിടക്കുകയാണ്. അതൊരു പരിസ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത് അവിടുന്ന് നീക്കം ചെയ്യാൻ ഇതിന്റെ കമ്പനികൾക്ക് നേരത്തെ തന്നെ നിർദ്ദേശമുണ്ട്. ആ കമ്പനികൾ